വീട്ടിലെ ഇറച്ചി വാങ്ങിക്കുന്ന സമയത്ത് അത് ബീഫാണെങ്കിലും ചിക്കൻ ആണെങ്കിലും ഞാൻ അതിനകത്തു നിന്ന് ഒരു പോർഷൻ എടുത്ത് മാറ്റി വെക്കാറുണ്ട് കേട്ടോ. നമ്മുടെ ഈ സ്റ്റ്യൂ ഉണ്ടാക്കാനായിട്ട് അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഏറ്റവും നല്ലതായിട്ട് ബ്രെഡിൻ്റെ കൂടെയോ പോകുന്ന ഒരു അടിപൊളി കോംബോ ആണ് കേട്ടോ ഈ സ്റ്റ്യൂ. അതിപ്പോൾ വെജിറ്റബിൾ സ്റ്റ്യൂ ആണെങ്കിലും അടിപൊളിയാണ്, പക്ഷേ നോൺ വെജിനോടാണ് എനിക്ക് കുറച്ച് പ്രിയം കേട്ടോ. നല്ല ആവി കയറ്റിയ ബ്രെഡിൻ്റെ മുകളിലേക്ക് കുറച്ച് സ്റ്റ്യൂ ഒഴിച്ച് വെച്ച് ഒരു 5 മിനിറ്റ് അത് റെസ്റ്റ് ചെയ്യാൻ വെച്ച് അതൊന്ന് സോക്കായി കഴിയുമ്പോഴത്തേക്കും ഒരു പീസ് എടുത്ത് വായിലേക്ക് വെച്ചാൽ വെണ്ണ പോലെ അലിഞ്ഞു പോകട്ടോ അത്. അപ്പോൾ ഇന്ന് നമുക്കൊരു ബീഫ് സ്റ്റ്യൂ ഉണ്ടാക്കാം കേട്ടോ. കുക്കറിലേക്ക് ബീഫ് ചേർത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, കുരുമുളക്, ഗരം മസാല ഇത്രയും പൊടികൾ ചേർത്ത് ഒന്ന് തിരുമ്മി വെച്ചിട്ട് സവാള, ഇഞ്ചി, പച്ചമുളക് അരിഞ്ഞതും ഒരു പിടി കറിവേപ്പിലയും ചേർത്ത് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി ഉടച്ച് വേവിക്കാൻ വെക്കുക. ഒരു 6 to 7 വിസിൽ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് വെജിറ്റബിൾസ് ആയിട്ടുള്ള പൊട്ടറ്റോയും ക്യാരറ്റും ചേർത്ത് ഹോൾ സ്പൈസസ് ആയിട്ട് നമ്മുടെ പട്ട, ഗ്രാമ്പൂ, സ്റ്റാർ, ഏലക്ക, കുരുമുളക്, പെരിഞ്ജീരകം ഇത്രയും കാര്യങ്ങളും കൂടി ചേർത്ത് മൂടി വെച്ച് ഒരു 2 വിസിലും കൂടി അടുപ്പിക്കുക കേട്ടോ. ആ ഇടയ്ക്ക് ഞാനൊന്ന് അപ്പവും കൂടി ഉണ്ടാക്കി വെക്കുന്നുണ്ട്. ഈ അപ്പം ഉണ്ടാക്കാൻ വർഷങ്ങളായി തുടങ്ങിയിട്ടെങ്കിലും ഇത്തരത്തിലുള്ള കോക്കറികൾ കാണിച്ചു തുടങ്ങിയിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ ഓരോ സാധനത്തിലും ഞാൻ താജ്മഹൽ തന്നെ തീർക്കാറുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ബീഫ് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നാളികേരത്തിൻ്റെ 2ാം പാലും കൂടി ചേർത്ത് ഞാനൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് തിളച്ച് വന്നു കഴിയുമ്പോൾ നാളികേരത്തിൻ്റെ 1ാം പാലും കൂടി ചേർക്കുക. നല്ല കുറുകിയ പാലായിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റ്യൂവും വെള്ളം പോലെ ആയി പോവും. അതോട് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ചെയ്യാൻ, അല്ലാന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോവും. ഒന്നെങ്കിൽ നമുക്ക് ഇതിവിടെ വെച്ച് നിർത്താം. ഞാൻ അതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ, കുറച്ചുകൂടി ക്രീമി ആവാൻ വേണ്ടിയിട്ട്. നമുക്ക് സോക്ക് ചെയ്ത കാഷ്നട്ട് ആണെങ്കിലും ഇതിൻ്റെ കൂടെ അരച്ച് ചേർക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് വേണമെങ്കിൽ ക്രഷ് ചെയ്ത പെപ്പറോ ക്രഷ് ചെയ്ത് വെച്ച ഗരം മസാലയുടെ കൂട്ടോ ചേർക്കാം. പൊടിച്ചത് ചേർക്കരുത് കേട്ടോ. പൊടിച്ചത് ചേർത്തിട്ടുണ്ടെങ്കിൽ സ്റ്റ്യൂവിൻ്റെ കളറ് അപ്പാടേ മാറിപ്പോവും. ഞാൻ ലാസ്റ്റായിട്ട് ഇതിനകത്തേക്ക് ഒരു പിടി കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുക. വേണമെങ്കിൽ നമുക്ക് നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം. രണ്ടാണെങ്കിലും രുചിയാണ്. എനിക്ക് ഈ പച്ച വെളിച്ചെണ്ണയുടെ ഫ്ലേവറാണ് കുറച്ചും കൂടി ഇഷ്ടം കേട്ടോ.